തിരുവനന്തപുരം കോർപ്പറേഷൻ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടാകാത്ത നാടകീയ രംഗങ്ങൾക്കാണ് കഴിഞ്ഞ രാത്രി നഗരം സാക്ഷ്യം വഹിച്ചത്. തലസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ പോരിന് വഴി തുറക്കുന്ന ഒരു അറസ്റ്റാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി ഒരു ജനപ്രതിനിധിക്കെതിരെ കാപ്പ ചുമത്തി ജയിലിൽ അടച്ചിരിക്കുന്നു. ഒളിവിലായിരുന്ന BJP കൗൺസിലർ ആർ സുഗതനെയാണ് വട്ടിയൂർക്കാവ് വാഴോട്ടുകോണത്തെ വീട്ടിൽ വെച്ച് പോലീസ് അതിസാഹസികമായി അറസ്റ്റ് ചെയ്തത്. പോലീസിനെ വളഞ്ഞ BJP പ്രവർത്തകർ, CAയുടെ ആകാശ വെടിവെപ്പ്, പോലീസുകാർക്ക് നേരെ മർദ്ദനം, ഒടുവിൽ അർദ്ധരാത്രിയിൽ സുഗതനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റൽ. ഈ സംഭവത്തിൽ നിയമത്തിന്റെ വഴിക്കെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്നാൽ രോഗബാധിതനായ ഒരു ജനപ്രതിനിധിയെയും കുടുംബത്തെയും പോലീസ് ക്രൂരമായി വേട്ടയാടി എന്ന് സ്ഥാപിക്കാനാകും വരും ദിവസങ്ങളിൽ BJP ശ്രമിക്കുക. 2 മാസം മുൻപ് ക്ഷേത്രോത്സവത്തിനിടെ CPM പ്രവർത്തകനെ വധിക്കാൻ ശ്രമിച്ച കേസ്, ഇതിനു പുറമെ 10ഓളം മറ്റ് ക്രിമിനൽ കേസുകൾ. ഒടുവിൽ ജില്ലാ കളക്ടറുടെ ഉത്തരവോടെ BJP കൗൺസിലർ ആർ സുഗതനെതിരെ കാപ്പ ചുമത്താൻ തീരുമാനമാകുന്നു. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ ഒളിവിൽ പോയ സുഗതൻ കഴിഞ്ഞ ദിവസം രാത്രി വാഴോട്ടുകോണത്തെ സ്വന്തം വീട്ടിലെത്തിയെന്ന രഹസ്യ വിവരമാണ് പോലീസിന് ലഭിക്കുന്നത്. വട്ടിയൂർക്കാവ് CA വിപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വീട്ടിലെത്തിയതോടെ രംഗം വഷളായി. കൗൺസിലറെ അറസ്റ്റ് ചെയ്യാൻ സമ്മതിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് BJP പ്രവർത്തകർ വീട് വളഞ്ഞു. ഇതിനിടെ അറസ്റ്റ് തടയാൻ സുഗതനും ചേട്ടനും ചേർന്ന് പോലീസുകാരെ നേരിട്ടു. വട്ടിയൂർക്കാവ് CA വിപിൻ, SI അഭിജിത്ത് എന്നിവരെ ക്രൂരമായി മർദ്ദിച്ചു. സ്ഥിതി കൈവിട്ടു പോകുമെന്ന ഘട്ടത്തിലാണ് പ്രവർത്തകരെ ഓടിക്കാൻ CA വിപിന് ആകാശത്തേക്ക് വെടിയുതിർത്തേണ്ടി വന്നത്. പരിക്കേറ്റ CAയെയും SIയെയും ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കും. പോലീസിനെ ആക്രമിച്ചതിന് സുഗതനെതിരെ മറ്റൊരു പുതിയ കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ പോലീസ് നടപടിക്കെതിരെ കടുത്ത ആരോപണങ്ങളുമായി സുഗതന്റെ കുടുംബവും രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു വനിതാ പോലീസ് പോലും ഇല്ലാതെയാണ് രാത്രി 9 മണിക്ക് പോലീസ് വീട്ടിൽ കയറിയത്. ചിക്കൻ പോക്സ് ബാധിച്ച ചികിത്സയിലായിരുന്ന സുഗതൻ 2 ദിവസം സമയം ചോദിച്ചിട്ടും നൽകിയില്ല. തന്നെയും മകനെയും പോലീസ് മർദ്ദിച്ചു. 8 വയസ്സുള്ള കുഞ്ഞിനെ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചതെന്നും കുഞ്ഞിനെ തള്ളി മാറ്റിയതെന്നും എന്നിങ്ങനെയുള്ള പരാതികളാണ് സുഗതന്റെ ഭാര്യ അശ്വതി ആരോപിക്കുന്നത്.